ഹായ് ഓൾ ഓഫ് യു, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുംബൈൻ്റെ വിശേഷങ്ങളായിട്ടാണ്. നമ്മൾ മുംബൈയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അവിടെ പോയവരാരും അത് കാണാതെ തിരിച്ചു വരാറില്ല. അപ്പോൾ നമ്മളും അത് കാണാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു ടാക്സിയിലൂടെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പുതുതായിട്ട് നിർമ്മിച്ച വേളി സീലിംഗ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിപ്പം കടലിന് മുകളിൽ നിർമ്മിച്ച ഒരു പാലാണ്, പക്ഷെ അതിമനോഹരമായൊരു ബ്രിഡ്ജാണത്. അപ്പോൾ നമ്മൾ നല്ലൊരു ഹൈവേയിൽ കൂടിയിട്ടാണ് പോകുന്നത്. നല്ല നല്ല സ്പീഡിലൊരു റോഡാണ്. ഒരു 4 വരി പാതയുണ്ട് അത്. അപ്പം ഇതാണ് ആ വേളി സീലിംഗ് ബ്രിഡ്ജ് ഫ്ലൈ ഓവർ വരുന്നത്. താഴെ കടലാണുള്ളത്. ഇതിപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ നൈറ്റിലൂടെ ഇതിലൂടെ പോകണം. അപ്പോൾ നല്ല ലൈറ്റും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയവരാരും ഈ ഒരു ബ്രിഡ്ജിലൂടെ പോകുന്നത് മിസ്സാക്കരുത്. കാരണം നല്ലൊരു അനുഭവമാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മളിവിടെ പോകുന്നത് ഹാജിയാലിയിലേക്കായിരുന്നു. ഹാജിയാലിയിലേക്ക് പോയ സമയത്ത് അവിടെ വേലിയേറ്റത്തിൻ്റെ പ്രശ്നം കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മുംബൈ നഗരത്തിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ യാത്ര ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ അറിയാൻ പറ്റുന്നത്. പഴയ മുംബൈ ഒന്നുമല്ല, ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നല്ല നല്ല റോഡുകളും നല്ല ടണലുകളും എല്ലാം കൂടി നല്ലൊരു എളുപ്പമുള്ളൊരു വഴിയാക്കി മാറ്റിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം പഴയത് പോലെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ടണലാണ്. എത്രയോ കിലോമീറ്ററുകൾ നീളമുള്ളൊരു ടണലായിരുന്നു. ഇത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി ടണലായിരുന്നു ഇത്. അപ്പോൾ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു നിമിഷം ആലോചിച്ച് പോകും, നമ്മുടെ മുംബൈ തന്നെയാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. നമുക്കിപ്പോൾ ഒരു ഫോറിൻ കൺട്രീസിലൊക്കെ യാത്ര ചെയ്യുന്നൊരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇത് വലിയ നീളമുള്ളൊരു ടണലായിരുന്നു. ഇത് ഏകദേശം 2-3 കിലോമീറ്ററോളം നീളമുണ്ട് ഇതിന്. അങ്ങനെ നമ്മളിതൊക്കെ താണ്ടി നമ്മളിപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് താജ് ഹോട്ടലും കാണാൻ പറ്റും. ഇപ്പം ഇവിടെ നല്ല ക്രൗഡായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങളിങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. നല്ല ചൂടുമായിരുന്നു ഉണ്ടായത്. പിന്നെ അവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഷോപ്പിങ്ങും ഇതൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു. വാച്ചും മൊബൈലിൻ്റെ കവറും ഇതൊക്കെ നമുക്ക് വാങ്ങുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ താജ് ഹോട്ടൽ. താജ് ഹോട്ടലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ പോയത് നെരിമാൻ പോയിൻറ്റിലേക്കായിരുന്നു. അവിടുത്തെ കുറച്ച് ഫോട്ടോസാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും നെരിമാൻ പോയിൻറ്റും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഒരു ഫേമസ് ബീച്ചായ ജുഹു ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ വന്ന അതേ ഒരു റൂട്ടിലെ കൂടി തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ജുഹു ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭയങ്കര ഒരു ഫേമസ് ബീച്ചായിരുന്നു അത്. അപ്പോൾ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനോഹരമായൊരു ബീച്ചായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റാളുകളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പോയവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് നമുക്ക് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഒരുപാട് കച്ചവടങ്ങളും ഒരുപാട് ബോട്ട് റേസിങ്ങുകളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ജുഹു ബീച്ചിൽ. ശരിക്കും വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ലൊരു ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഒരു വലിയൊരു ബീച്ചാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ, ബോംബെ വിശേഷങ്ങൾ. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.